ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ഡോക്ടേഴ്സ് ഫിൽഡ് അവിടെ. അതേപോലെ തന്നെ എമേർജിംഗ് ആയിട്ടുള്ള യങ് ഡോക്ടേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും ക്രൗഡുള്ള ഒരു സ്പേസിൽ ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ വഴി ഈ യങ് ഡോക്ടേഴ്സിനെ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഓപ്ഷൻ ഹെൽത്ത് കെയറിലില്ല. കാരണം ഇത് മറ്റേതെങ്കിലും ഒരു ബ്രാൻഡിങ് സ്പേസ് പോലെയല്ല. ഹെൽത്ത് കെയറിൽ നമുക്ക് ബ്രാൻഡിങ് തന്നെ എസ്പെഷ്യലി ഡോക്ടേഴ്സിന് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ആക്ച്വലി ബ്രാൻഡിങ്ങിന് പകരം നമ്മൾ നോക്കേണ്ടത് ഒരു പൊസിഷനിങ്. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടെ സ്പെഷ്യാലിറ്റിക്കകത്ത് സബ് സ്പെഷ്യാലിറ്റികളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സബ് സ്പെഷ്യാലിറ്റിയിൽ നമുക്കുള്ള ആ ഒരു എക്സ്പേർട്ട് നോളജ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, റിലവൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് സ്റ്റോറീസ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ എത്ര പെട്ടെന്ന് നമുക്ക് പേഷ്യൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ പറ്റും. നമ്മൾ യു ഡു ദ റൈറ്റ് തിങ്സിനേ ഉള്ളൂ. എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, മീഡിയംസുകൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്ത് വെൻ യു ഡു ദ റൈറ്റ് തിങ്സ് ഫോർ സച്ച് സം ലോങ് ടൈം യു സ്ലോലി ഗെറ്റിംഗ് ദ റിസൾട്ട്. ഇത് വളരെ സ്ലോയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ.